ഇപ്പോൾ അല്പസമയം മുമ്പ് പ്രേക്ഷകർ കണ്ട കൊച്ചുവേളിയിൽ തീപിടുത്തം നടന്ന പവർ പാക്ക് പോളിമേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം പ്രവർത്തിച്ചത് ലൈസൻസ് ഇല്ലാതെയാണ്. കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പവർ പാക്ക് പോളിമേഴ്സ് എന്ന കമ്പനിയിൽ കെട്ടിടത്തിൽ അഗ്നിശമന സംവിധാനങ്ങളുമില്ല. തീപിടുത്തം കണ്ടയാളുടെ പ്രതികരണം നമുക്ക് ആദ്യം കേൾക്കാം. 3 മണി കഴിഞ്ഞ് തുടങ്ങി കാണും. നമ്മൾ ഒരു സൗണ്ട്, നമ്മുടെ പ്ലാസ്റ്റിക് പൊട്ടുന്ന സൗണ്ട്, അപ്പോൾ ഞാൻ ഷട്ടറിലാരും അടിക്കുന്ന പറഞ്ഞ് നോക്കുമ്പോഴാണ് സൗണ്ട് കേട്ടത്. അങ്ങനെ ഒന്ന് അപ്പുറത്തോട്ട് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര ഫയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടിങ് ഒരു ഏകദേശം 4% കത്തി. അങ്ങനെ ഫയർഫോഴ്സിനെ വിളിക്കാണ്ട് സാറിനോട് വിളിച്ചു. സാറിനോട് പറഞ്ഞു. ഫയർഫോഴ്സ് ഒരു 10 മിനിറ്റ് എത്തി. പിന്നെ ഫുള്ളാതെ കത്തിയത്. ആദ്യം വലിയ തീയായിരുന്നല്ലേ? ആദ്യം സ്റ്റാർട്ടിങ് ഈ ഒരു സ്റ്റാർട്ടിങ് ഈ തെങ്ങിൻ്റെ ഏരിയയിലാണ് തുടങ്ങിയത്. അപ്പോൾ തന്നെ ഇങ്ങോട്ട് വരുന്ന ഈ തെങ്ങിലേക്ക് തീ പിടിച്ചപ്പോൾ ഞാൻ നമ്മുടെ ഇവിടുത്തെ മോട്ടർ ഓണാക്കി ഈ സൈഡ് നനച്ച് ഭയങ്കര ചൂട്, അടുക്കാൻ പറ്റില്ല. അതുപോലെ ഗ്ലാസ് തെറിച്ച് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ നാട്ടുകാരൊക്കെ വന്നപ്പോൾ മാറാൻ പറഞ്ഞു. അങ്ങനെ മാറി. ഇപ്പോൾ ഫയർഫോഴ്സ് കൊണ്ട് തന്നെ എത്തി. പിന്നെ അടച്ചു. എല്ലാ സൈഡിലോട്ടും ഒരേപോലെ ബാധിക്കുമായിരുന്നു. പിന്നെ ഇപ്പുറത്ത് പയ്യന്മാരുണ്ടായിരുന്നു. അവരോട് പറഞ്ഞ് അവർ ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറൊക്കെ ഈ അതിനോട് ചേർന്നായിരുന്നു. അതൊക്കെ മാറ്റി പയ്യന്മാരെല്ലാം വെളിയിലിറങ്ങി. അതിപ്പോൾ ഇവരിങ്ങ് എത്തി. 2-3 വണ്ടി അപ്പം തന്നെ എത്തി. അവിടെ ഇതിനകത്ത് 3 പേരുണ്ടായിരുന്നു. അല്ലമീൻ, ഇപ്പോൾ വരുന്ന വാർത്ത വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ഇത്രയും വലിയ തീപിടുത്തം നടന്ന, ഇത്രയും വലിയ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ്. അഗ്നിശമന സുരക്ഷാ സംവിധാനങ്ങളുമില്ല എന്നുള്ളത് ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. എന്താണ് അല്ലമീൻ സംഭവിച്ചത്? അതുകൊണ്ടാണ് ഉടമ വളരെ നിസ്സംഗനായി നമ്മളോട് പ്രതികരിച്ചത്. അതും ഒരുപക്ഷെ ഒരു കാരണമായേക്കാം. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞത് 10 വർഷമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സ്ഥാപനം. ഈ 10 വർഷമായി ഇതിന് അനുമതി ഇല്ലായിരുന്നു എന്നുള്ളതും മാത്രമല്ല ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചു എന്നുള്ളതും അപകടകരമായ ഒരു സാഹചര്യമാണ്. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ റോഡിനോട് ചേർന്ന് തന്നെ സ്ഥാപനത്തിൽ പൂർണ്ണമായും ഈ പ്ലാസ്റ്റിക് വസ്തുക്കൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ഒരു ട്രാൻസ്ഫോമറുണ്ട്, ഇലക്ട്രിക് ലൈൻ കടന്നു പോകുന്ന ഒരു ട്രാൻസ്ഫോമറുണ്ട്. ഈ ഭാഗത്തേക്ക് ആ ട്രാൻസ്ഫോമറിനോട് ചേർന്ന് പോലും പ്ലാസ്റ്റിക് വസ്തുക്കളുടെ വലിയ കൂമ്പാരം ചാക്കുകെട്ടുകളിലാക്കി ഇട്ടിരിക്കുകയാണ്. എങ്ങാനും ആ തീ പടരുകയോ ഇവിടേക്കൊക്കെ വ്യാപിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഈ അപകടത്തിൻ്റെ തോത് നേരത്തെ പലരും പോലെ മറ്റൊരു രീതിയിലേക്ക് ആകുമായിരുന്നു. നിലവിൽ ഈ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ ഉടമയുമായി സംസാരിച്ചു. അവർ പറയുന്നത് ഉദ്യോഗസ്ഥരും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റൊന്ന്, ഈ അഗ്നിശമന സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 10 വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി കെട്ടിടത്തിനും അല്പം പഴക്കമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ സ്ഥാപനത്തിന് ഈ പറഞ്ഞ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല സമീപത്തെ മറ്റു സ്ഥാപനങ്ങളിലേക്കൊക്കെ അതുണ്ടോ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെ എത്തിയിട്ടുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളോടും മറ്റു സ്ഥാപന ഉടമകളോടുമൊക്കെ ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് ഈ സംവിധാനങ്ങൾ ക്രമീകരിക്കേണ്ടതെന്ന് സംബന്ധിച്ച് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് നമുക്കൊരു പ്രതികരണം തേടി നോക്കാം. ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് സംബന്ധിച്ചൊരു വിലയിരുത്തൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തോടൊരു പ്രതികരണം നമുക്ക് തേടി നോക്കാം. സാർ, ഈ സ്ഥാപനം ലൈസൻസ്ഡായിരുന്നു? അതിനെപ്പറ്റി ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ആയിരിക്കും. ഇൻഡസ്ട്രിയൽ ഇവിടുത്തെ ചോദിക്കണം, ഇവിടുത്തെ ആൾക്കാർ. ലൈസൻസ് ഉണ്ടായിരുന്നു? ഉണ്ട്. അവർക്ക് ലൈസൻസ് ചെയ്യുള്ളൂ. പുള്ളി ലൈസൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഉണ്ടാവും. ഇല്ലെങ്കിൽ നടത്താൻ പറ്റില്ലല്ലോ ഈ സ്ഥാപനം. അത് മാത്രം സേഫ്റ്റി മാത്രമേ ഇല്ല എന്നുള്ളൂ. ഈ ഇൻഡസ്ട്രി ഏരിയയിൽ സേഫ്റ്റി കുറവാണ് വളരെ. ഒരു 3 കമ്പനി മാത്രം സേഫ്റ്റി ഉള്ളൂ ഇവിടെ. ഒന്ന് AJMB, പിന്നെ ഫിലോലിക്സ്, പിന്നെ അങ്ങ് 2-3 കമ്പനി ഉണ്ട്. അവിടെ സോതി. ഈ ഞാൻ ഒരു എണ്ണിപ്പറയാൻ 5-6 പിള്ളേർ മാത്രം കമ്പനികൾ മാത്രമേ ഇതുള്ളൂ. വേറെ അങ്ങ് സേഫ്റ്റി ഇല്ല. ഇപ്പോൾ ഇത്രയും തീ പിടിച്ച് ഇവിടെയും സേഫ്റ്റി ഇല്ലായിരുന്നു. നിരവധി സ്ഥാപനങ്ങൾ അടുത്തടുത്ത് പ്രവർത്തിക്കുന്നത്. എന്നിട്ടും ഈ സുരക്ഷാ ഇത് തന്നെ നോക്കിയാണ്. ഇത് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ അടുത്താണ് ഈ കുപ്പി വെച്ചേക്കുന്നത്. അത് ട്രാൻസ്ഫോമറിൻ്റെ അടുത്തും കൂടെയാണ്. ഇതൊരു സേഫ്റ്റി കുറവാണ്. ഇതൊന്നും സ്പാർക്ക് വിടുന്നാൻ തീരുന്നു. ഇതിപ്പം മഴയല്ലെന്നുണ്ടെങ്കിൽ നമ്മളോട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ വിലയായിരുന്നെങ്കിൽ തീർന്നു. ഏകദേശം പണിയാവും. AJMB തീരും. അരുൺ, നേരത്തെ ചില ഉദ്യോഗസ്ഥർ സംസാരിച്ചപ്പോൾ അവർ ഓഫ് ദ റെക്കോർഡ് നമ്മുടെ അടുത്ത് പറഞ്ഞത് സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല, അനുമതി ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ചില ഉദ്യോഗസ്ഥർ നമ്മുടെ ക്യാമറയിൽ പ്രതികരിച്ചവർ പറയുന്നത് ഉണ്ടാകും, ലൈസൻസ് ഉണ്ടാകും, ഇല്ലാതെ എങ്ങനെ പ്രവർത്തിക്കാനാകുമെന്നൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അതിലും അക്കാര്യത്തിൽ ആശങ്കയുണ്ടോ എന്നറിയില്ല. പക്ഷേ നേരത്തെ 2 ഉദ്യോഗസ്ഥർ സംസാരിച്ചപ്പോൾ അവർ സ്ഥിരീകരിച്ച് പറഞ്ഞു സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല എന്നുള്ളത്. ചില ഉദ്യോഗസ്ഥർ ഈ ഉടമയോട് പോയി സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരവും അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞു എന്നാണ് ഈ ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞത്. അവർ പക്ഷേ ഔദ്യോഗികമായി ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്ന മറ്റു ചില ഉദ്യോഗസ്ഥരോട്
ചോദിച്ചപ്പോഴാണ് ഉണ്ടായേക്കാം, ഇല്ലാതെ എങ്ങനെ പ്രവർത്തിക്കും എന്നൊരു ചോദ്യം. അപ്പോൾ അവർക്ക് ഉറപ്പുണ്ടോ എന്നുള്ള അറിയില്ല. ഏതായാലും ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞു. ഏതായാലും അക്കാര്യത്തിലൊരു വ്യക്തത വരുത്താം. പക്ഷേ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് പ്രവർത്തിച്ചത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ വ്യക്തമാണ്. ഓക്കെ, നമുക്ക് നോക്കാം, ആ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി നമുക്ക് വരുത്താവുന്നതാണ്. ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ 10 വർഷമായി അധികാരികളുടെ മുന്നിൽ കൊച്ചുവേളിയിൽ ഇൻഡസ്ട്രിയൽ പാർക്കിൽ ഒരു സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലാതെ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവിടെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ പേരിനു വേണ്ടി പോലും ആ സ്ഥാപനത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇത്തരം സ്ഥാപനങ്ങളുടെയൊക്കെ ലൈസൻസ് പുതുക്കി കൊടുക്കുമ്പോൾ കെട്ടിടത്തിൽ പരിശോധന നടത്തേണ്ട ഉദ്യോഗസ്ഥർ ഇവരൊക്കെ എവിടെയായിരുന്നു എന്ന ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന ഉടമകളും അഗ്നിശമന സംവിധാനങ്ങൾ കൃത്യമായി തന്നെ അവിടെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇന്ന് ആ മഴ പെയ്തില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. തൊട്ടടുത്തുള്ളത് ഒരു കടലാസ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറിയാണ്. അതിന് തൊട്ടപ്പുറത്തൊരു ഫുഡ് പ്രോസസ്സിംഗ് കമ്പനിയാണ്. അതിന് തൊട്ടടുത്താകട്ടെ ഒരു വലിയ ട്രാൻസ്ഫോമറുമുണ്ട്. അങ്ങനെ തൊട്ടടുത്തടുത്ത് തീ പടരാൻ സാധ്യതയുള്ള സാധനങ്ങളും ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഫാക്ടറികൾ ഉള്ളപ്പോൾ ആ പ്രദേശത്ത് വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നില്ല എന്നുള്ളത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ലെങ്കിൽ എന്തു പറയാനാണ്?